നമസ്കാരം. അമേരിക്കൻ ഒളിയമ്പ് ഇന്ത്യക്കെതിരെ ബിഷ്ണോയിയെയും സംഘത്തെയും പൂട്ടി അമേരിക്ക. കാനഡയിലെ ഖാലിസ്ഥാൻവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയിൽ തടവിൽ കഴിയുന്ന കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ ലോറൻസ് ബിഷ്ണോയിക്കും കൂട്ടാളി ഗോൾഡി ബ്രാൻഡിനുമെതിരെ ഗുരുതരമായിട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് അമേരിക്കൻ ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ രംഗത്തെത്തിയിരിക്കുന്നു. ലോസ് ഏഞ്ചലസിലെ ഫെഡറൽ കോടതിയിലാണ് ബിഷ്ണോയിക്കും 8 കുറ്റവാളികൾക്കുമെതിരെ ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2021 ജൂൺ 18 കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലുള്ള സുറയിലെ സിഖ് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ഹർദീപ് സിംഗ് നിജ്ജാർ വെടിയേറ്റ് മരിച്ചത്. ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ചിരുന്ന നിജ്ജാർ ഖാലിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രവാദത്തിന്റെ പ്രമുഖ പ്രചാരകനായിരുന്നു. ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയതും ബിഷ്ണോയിയും സംഘവുമാണെന്നാണ് US അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. ഇന്ത്യൻ ജയിലിൽ തടവിൽ കഴിയവെയാണ് ബിഷ്ണോയി ഈ ആഗോള ക്രിമിനൽ സംഘത്തെ ഭരിച്ചിരുന്നത് എന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ജയിലിനുള്ളിലേക്ക് കടത്തിയ നിരോധിത മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റ് അധിഷ്ഠിത സന്ദേശമയക്കൽ സംവിധാനങ്ങളും ഉപയോഗിച്ച് ബിഷ്ണോയി കൊലപാതകങ്ങളും കവർച്ചകളും മയക്കുമരുന്ന് കടത്തും നേരിട്ട് ഏകോപിപ്പിക്കുകയായിരുന്നുവെന്ന് അമേരിക്കൻ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ്. ബിഷ്ണോയുടെ ബാല്യകാല സുഹൃത്തും വടക്കേ അമേരിക്കയിലെ കുറ്റകൃത്യങ്ങളുടെ പ്രധാന സൂത്രധാരനുമായിരുന്ന സതീന്ദർജിത് സിംഗ് എന്ന ഗോൾഡി ബ്രാർ ആണ് നിജ്ജാറിനെ വധിക്കുവാനുള്ള ഉത്തരവുകൾ നേരിട്ട് നൽകിയത് എന്ന് കുറ്റപത്രം ആരോപിക്കുന്നു. നിജ്ജാറിന്റെ ചിത്രങ്ങളും താമസ സ്ഥലത്തിന്റെ വിവരങ്ങളും ബിഷ്ണോയി സംഘം കൊലപാതകങ്ങൾക്ക് കൈമാറുകയായിരുന്നു. അമേരിക്കൻ അന്വേഷണ ഏജൻസിയായിട്ടുള്ള FBI നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ ഹാർഡ് ബോൾ എന്ന അന്താരാഷ്ട്ര സംയുക്ത തെരച്ചിലിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി ഉണ്ടായത്. US, കാനഡ, യൂറോപ്പ് എന്നിവിടങ്ങളിലെ നിയമ നിർവഹണ ഏജൻസികൾ ചേർന്ന് നടത്തിയ റെയ്ഡുകളിൽ 24 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷം ആകെ ഏകദേശം 37 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 3 പ്രധാന സംഘടിത കുറ്റകൃത്യ ശൃംഖലകളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ അന്താരാഷ്ട്ര ഓപ്പറേഷൻ. അമേരിക്ക, കാനഡ, ബ്രിട്ടൻ, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ അധിവസിക്കുന്ന ഇന്ത്യൻ വംശജരെ ലക്ഷ്യമിട്ട് ഭീഷണിപ്പെടുത്തൽ, തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകങ്ങൾ, മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവ നടത്തുന്ന സംഘങ്ങളെയാണ് വലയിലാക്കിയത്. കാനഡയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ വൻ വിള്ളലുണ്ടാക്കിയ സംഭവമായിരുന്നു നിജ്ജാറിന്റെ കൊലപാതകം. നിജ്ജാറിന്റെ മരണത്തിൽ ഇന്ത്യൻ സർക്കാർ ഏജന്റുകൾക്ക് പങ്കുണ്ടെന്ന് അന്നത്തെ കാനഡ പ്രധാനമന്ത്രിയായിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾക്ക് ഇന്ത്യ പൂർണ്ണമായും അന്ന് തള്ളിക്കളയുന്ന ഒരു സാഹചര്യമായിരുന്നു. അമേരിക്കൻ ഫെഡറൽ കോടതിയിൽ സമർപ്പിച്ച ഈ കുറ്റപത്രത്തിൽ ഇന്ത്യൻ സർക്കാരിന് നേരിട്ട് പങ്കുള്ളതായിട്ട് ആരോപിക്കുന്നില്ല. മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പടർന്നു പന്തലിച്ച ഗുണ്ടാ സംഘങ്ങളുടെ കുറ്റകൃത്യ ശൃംഖലയാണ് കേസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച തോക്കുധാരികളെ ഗൂഢാലോചനക്കാരായി കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഓർഗനൈസ്ഡ് ക്രൈം ഗ്രൂപ്പ്, ഒപ്പം തന്നെ ഈ ബിഷ്ണോയി ഗ്രൂപ്പിന് പുറമെ ജഗ്ഗു, ഭഗവാൻപൂരിയ ഓർഗനൈസ്ഡ് ക്രൈം ഗ്രൂപ്പ്, ധന്ദ ഡ്രഗ് ട്രാഫിക്കിംഗ് ഓർഗനൈസേഷൻ എന്നീ സംഘങ്ങൾക്കെതിരെയും അമേരിക്കൻ ഏജൻസികൾ നടപടി കടുപ്പിച്ചിരിക്കുകയാണ്. കാലിഫോർണിയ അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും വൻതോതിൽ ലഹരി മരുന്നുകൾ അത് മോഷ്ടിച്ച് കാനഡയിലേക്കും മറ്റ് US സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ കടത്തിയതായിട്ട് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിർത്തികൾ കടന്നുള്ള സംഘടിതമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരായുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ ഒത്തൊരുമിച്ചുള്ള പോരാട്ടത്തിന്റെ തെളിവാണ് ഈ നടപടി എന്ന് US ഉദ്യോഗസ്ഥരടക്കം പറയുകയും ചെയ്തു. ആഗോളതലത്തിൽ ഭീഷണി ഉയർത്തുന്ന ഇത്തരം ക്രിമിനൽ ശൃംഖലകളെ പൂർണ്ണമായിട്ടും വേരോടുകൂടി പിഴുതെറിയുകയാണ് ലക്ഷ്യമെന്ന് അന്വേഷണ സംഘം അറിയിക്കുന്നുമുണ്ട്. എന്തായാലും തെറ്റ് ചെയ്തവർ വളരെ കൃത്യമായിട്ടും ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. പക്ഷെ അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയത്തിനുമൊക്കെ അപ്പുറം ഈ അമേരിക്കയ്ക്ക് ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണോ ഒളിയമ്പ് നടത്തുന്നത്, അങ്ങനെ പ്രതികരിക്കേണ്ട സാഹചര്യത്തിന് പകരം ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ടോ എന്നതടക്കം ഇന്ത്യയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ബിഷ്ണോയിയെയും സംഘത്തെയും അമേരിക്ക പൂട്ടുമ്പോഴും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ആർക്കെതിരെയാണോ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ക്രൈം നടത്തിയിട്ടുള്ളത് അവരെ കൃത്യമായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം.